നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പകുതി സമയം പിന്നിട്ടപ്പോൾ പോളിംഗ് ഉയരുകയാണ്. 40% മുകളിൽ വോട്ടുകളാണ് 1 മണിവരെ പോൾ ചെയ്തത്. രാവിലെ പ്രതികൂല കാലാവസ്ഥയായിരുന്നെങ്കിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. മാനം തെളിഞ്ഞതോടെ പോളിംഗ് സ്റ്റേഷനിൽ തിരക്കും കൂടിയിരിക്കുന്നു. വിവരങ്ങളുമായി CV അനുമോദും VV അരുണും. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, ഏറ്റവും ആശങ്ക സൃഷ്ടിച്ചിരുന്നത് കാലാവസ്ഥയാണെങ്കിൽ അതിപ്പോൾ അനുകൂലമാണ്. ഉച്ചവരെ ഏതാണ്ട് മികച്ച പോളിംഗ് എന്ന് പറയാവുന്ന തരത്തിൽ തന്നെ കാര്യങ്ങളുണ്ട്. എവിടം വരെയാണ് സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷകൾ ആ സാഹചര്യത്തിൽ? ശ്രീജ, ഒരല്പം വ്യത്യാസം വന്നിരിക്കുന്നത് കാലാവസ്ഥയിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സമയത്ത് പറഞ്ഞ് തീരുന്ന സമയം കൊണ്ടാണ് മഴ പെയ്തു തുടങ്ങിയത്. ഇത്രയും നേരം ഒരു 2-3 മണിക്കൂർ മഴ മാറി നിൽക്കുന്ന കാലാവസ്ഥയായിരുന്നു. പക്ഷേ വീണ്ടും മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നത് ഈ ചുങ്കത്തറ പഞ്ചായത്തിൽ കുറുമ്പാലങ്കോടാണ്. അത് കുറച്ച് ഉള്ളിലേക്കുള്ള പ്രദേശമാണ്, നാട്ടിൻപുറമാണ്, ഒരു മലയോര മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആളുകൾ ഇനിയുള്ള ഈ ഒരു മണിക്കൂറുകളിൽ മഴ പെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എത്രമാത്രം പേരിവിടേക്ക് എത്തുമെന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള സാഹചര്യം തന്നെ തീർക്കും. രാവിലെ നമ്മൾ കണ്ടതാണ് മഴ പെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആളുകളുടെ തിരക്കിലുണ്ടായ ഒരു കുറവ്. എന്നിരുന്നാൽ തന്നെയും 40%-ലധികം പോളിംഗ് എന്ന് വെച്ചാൽ അത് ശരാശരി നിലമ്പൂരിൽ രേഖപ്പെടുത്തുന്ന ആ ഒരു പോളിംഗിൻ്റെ സ്വഭാവത്തിലേക്ക് തന്നെ നീങ്ങുന്നു എന്ന് വേണം ഈ സമയത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ. നിലമ്പൂരിൽ ശരാശരി 70-80 ഇടയ്ക്കാണ് ശരാശരി പോളിംഗ് നടക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. പക്ഷേ ഇവിടെ ഉച്ചയ്ക്ക് ശേഷം സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കനത്ത മഴ അത് ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള പോളിങ്ങിനെ എങ്ങനെയെങ്കിലും ബാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ട്. കാരണം കനത്ത മഴ പെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾ വോട്ട് ചെയ്യാൻ മടിക്കുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ പൊതുവെ നല്ല റെസ്പോൺസ് എന്ന് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഈ ഒരു സാഹചര്യത്തെ വിലയിരുത്തുന്നുണ്ട്. ആളുകൾ നിസ്സംഗതയോടെ മാറി നിൽക്കുന്നുവെന്ന് ഒരിക്കലും പറയാനാകില്ല എന്ന കാര്യം വ്യക്തമാണ്. വോട്ട് ചെയ്യാൻ വന്നവരൊക്കെ തന്നെ ഇവിടെ കാത്തിരിക്കുകയാണ്. ഒരുപാട് നേരമായി ഉമ്മ വന്നിട്ട്? കുറച്ച് നേരമായി. സമയം എടുക്കുന്നുണ്ടല്ലേ? സമയം എടുക്കുന്നുണ്ട്. തിരക്കായിപ്പോ. രാവിലെ മഴയൊക്കെ ആയിട്ട് പതുക്കെ ഇറങ്ങിയതാണോ? മഴയൊക്കെ ആയപ്പോൾ അങ്ങനെ കുറച്ച് നേരം വൈകി ഇറങ്ങാം. വോട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു കാത്തിരുന്നു. മനസ്സു അതെ, ഒരു അരമുക്കാൽ മണിക്കൂറായല്ലോ. അരമണിക്കൂറൊന്നല്ല, അതിലും കൂടുതലായി. അതാണ്. അപ്പോൾ സമയമെടുക്കുന്നുണ്ട് ഈ പോളിംഗ് നടപടികൾ പൂർത്തിയാക്കാൻ. ഇവിടെയും കാത്തിരിക്കുന്നവരുടെ വരി നീണ്ടു കിടക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ ഇതുവരേക്കും മറ്റനിഷ്ട സംഭവങ്ങളോ ചെറിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. വഴിക്കടവ് പഞ്ചായത്തിലെ 2-ാം നമ്പർ ബൂത്തിൽ മാത്രമാണ് ഒരു അല്പസമയം യന്ത്ര തകരാറ് കാരണം പോളിംഗ് നിർത്തിവെച്ചത്. അവിടെ പോളിംഗ് പുനരാരംഭിക്കുകയും ചെയ്തു. പക്ഷേ 50 പേരുടെ വോട്ടുകൾ വീണ്ടും രേഖപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നൊരു ചെറിയ പ്രശ്നം അവിടെ ഉണ്ട്. പക്ഷേ അത് അവസാന ഘട്ടത്തിൽ തീരുമാനിക്കാവുന്ന നിലയിൽ മാറ്റിവെച്ചിരിക്കുകയാണ്. അതുമാത്രമാണ് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായതായിട്ടുള്ള വിവരം. മറ്റെല്ലാം തന്നെ ശാന്തമായി സമാധാനപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തു തുടങ്ങിയാൽ എന്തായിരിക്കും സാഹചര്യം എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മഴ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമ്പോൾ അത് പോളിങ്ങിനെ ബാധിക്കുമെന്ന ആശങ്ക രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. ശ്രീജ, ശരി. VV അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ നിലമ്പൂരിലെ കാലാവസ്ഥ ഇതുപോലെ പ്രവചനാതീതമാണ്. നമ്മൾ വാർത്ത തുടങ്ങുമ്പോൾ നല്ല വെയിലാണെന്ന് പറഞ്ഞു, വാർത്ത പകുതി ആയപ്പോഴത്തേക്കും നല്ല മഴ. ഇതുപോലൊക്കെ തന്നെയാണോ അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലുള്ള പ്രതീക്ഷകളുടെ ഒരു കാര്യവും? നിലവിലെ ഇന്ന് രാവിലെ തൊട്ട് സ്ഥാനാർത്ഥികളെല്ലാം നമ്മളോട് പ്രതികരിക്കുമ്പോഴൊക്കെ അവർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. നഗര കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഈ നഗരസഭാ പരിധിയിലൊക്കെ എങ്ങനെയാണ്? ഇപ്പോഴും ആളുകളുടെ ഒരു തിരക്കുണ്ടോ? 40% എന്നത് ഏതുവരെ എത്താൻ സാധ്യതയുണ്ടെന്നാണ് ഒരു കണക്കുകൂട്ടലൊക്കെ? ശ്രീജ, ആദ്യം മഴയുടെ കാര്യം തന്നെ പറയാം. ശ്രീജ ചോദിക്കുമ്പോൾ വരെ മഴയില്ലായിരുന്നു. പക്ഷേ ശ്രീജ മഴയില്ലല്ലോ എന്ന് തെളിഞ്ഞ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞതും ഇവിടെയും മാനം കറുത്തു. മഴ പെയ്യാൻ ചെറുതായിട്ട് ചാറ്റൽ മഴ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതാണ് മഴയുടെ ഒരു അവസ്ഥ. ഇപ്പോൾ ഞാനുള്ളത് മൂത്തേടം പഞ്ചായത്തിലാണ്. ഇവിടെ 4 ബൂത്തുകളുള്ള ഒരു സ്കൂളാണ്. പക്ഷേ ഇവിടെ കാര്യമായ തിരക്കിപ്പോൾ ഇല്ല. ഒരു പക്ഷേ രാവിലത്തെ തിരക്ക് കുറഞ്ഞതാണോ? നേരത്തെ നല്ല തിരക്കുണ്ടായിരുന്നോ? രാവിലെ തിരക്കില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് മുമ്പ് നല്ല തിരക്കായിരുന്നു. അത് മാറി. എത്ര വോട്ടർമാരാണ് 4 ബൂത്ത്? 799. 4 ബൂത്തുകളിലോട്ടോ അല്ലേ? അല്ല, ഇവിടെ മാത്രം, ഒരു ബൂത്തിൽ മാത്രം. എത്ര ശതമാനം? ഏകദേശം 35%. അത് ശ്രീജ അത് തന്നെയാണ്, ആ ഒരു കണക്ക് തന്നെയാണ്. 35% ആകുന്നു. 35-40 ഇടയിലൊരു പോളിംഗ് ഈ സമയത്ത് മൊത്തത്തിൽ ഉണ്ട്. അത് തന്നെ ഇവിടെയും ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ വരുമ്പോൾ തിരക്കില്ലാത്തതാണ്. നേരത്തെ കുറച്ച് മുമ്പ് വരെ തിരക്കുണ്ടായിരുന്നു തന്നെയാണ് പറയുന്നത്. ഇതൊരു
ഒരു കുന്നിന് മുകളിലും തോന്നുന്ന തരത്തിലേക്കുള്ള ഒരു സ്കൂളാണ്. അവിടെ കയറി വരാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട് ആളുകൾക്ക്. ആളുകൾ അങ്ങനെയൊക്കെ പ്രായമായ ആളുകളൊക്കെ എന്നിട്ടും വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മഴ പ്രതികൂലമായില്ലെങ്കിൽ പോളിംഗ് ശതമാനം ഒരുപക്ഷെ ഉയർന്നേക്കാം. അത് രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി അവരുടെ വോട്ടുകളൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കൃത്യമായ ശ്രമത്തിലൂടെ മൂന്ന് മുന്നണികൾക്കും ഇത് പ്രതീക്ഷയുണ്ട്. അപ്പുറത്തേക്ക് PV അൻവറിനും പ്രതീക്ഷയുണ്ട്. PV അൻവർ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനാകും. ഈ എല്ലായിടത്തും ഓടിയെത്താൻ പരമാവധി അൻവർ ശ്രമിക്കുന്നുണ്ട്. ആളുകളെ കണ്ട് വീടുകളിലേക്ക് കൂടി കയറിപ്പോയി. ഞാൻ ഇടയ്ക്കൊരു അൻവറിൻ്റെ പ്രചരണം കണ്ടപ്പോൾ എല്ലാ സാധനത്തിലും സ്കൂളുകൾ മാത്രമല്ല PV അൻവർ പോകുന്നത്, വീടുകളിലേക്ക് കൂടി, സ്കൂളുകൾക്ക് സമീപമുള്ള ബൂത്തുകൾക്ക് സമീപമുള്ള വീടുകളിലേക്ക് കൂടി പോകാൻ അൻവർ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ PV അൻവർ ഒരിക്കലും എതിർത്തള്ളാൻ പറ്റാത്ത ഒരു സാന്നിധ്യമായി മണ്ഡലത്തിലുണ്ട്. അത് ആരുടെ പ്രതീക്ഷകൾക്കാണ് മങ്ങലേൽപ്പിക്കാൻ പോകുന്നതെന്ന് ഇനിയുള്ള മണിക്കൂറുകൾ മറുപടി പറയും. PV അൻവർ എപ്പോഴും 75,000 വോട്ടുകൾ കിട്ടുമെന്ന പ്രതീക്ഷയൊക്കെ പങ്കുവയ്ക്കുന്നുമുണ്ട്. ഏതായാലും ശക്തമായ ഒരു മത്സരം ഇപ്പോഴുമുണ്ട്. ആര് ജയിക്കും ആര് പരാജയപ്പെടുമെന്നും പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മത്സരം. അടിയൊഴുക്കുകൾ എവിടെയൊക്കെ ഉണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പലയിടങ്ങളിലും നമുക്ക് ലഭിക്കുന്നുമുണ്ട്. ഏതായാലും പോളിംഗ് ശതമാനവും ഉയർന്നാൽ ഒരുപക്ഷെ അത് എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിലൊക്കെ പിന്നീട് കണക്കൂട്ടലുകൾ വേണ്ടി വരും. ഏതായാലും ഇപ്പോൾ എല്ലാവരും വലിയ പ്രതീക്ഷ തന്നെയാണ്. അവകാശവാദങ്ങളിൽ നിന്ന് ആരും പിന്നോട്ട് പോകുന്നില്ല. ശ്രീജ. ശരി, VV അരുണും ഒപ്പം CV അനുമോദുമാണ് വിവരങ്ങൾ നൽകിയത്. അപ്രവചനീയമാണ് എന്തായാലും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം. അതിനേക്കാൾ പ്രവചനാതീതമായി തന്നെ നിൽക്കുകയാണ് അവിടുത്തെ അന്തരീക്ഷം. ഇപ്പോൾ നേരിയ മഴയുണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ ഈ പോളിംഗിനെ ബാധിക്കുമോ എന്നത് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം. VV പ്രകാശിന്റെ ഭാര്യ സ്മിത വോട്ട് ചെയ്യാൻ എത്തുമോ എന്നതിൽ ആകാംക്ഷ. നിലവിൽ കണ്ണൂരിലുള്ള സ്മിതയുമായി ബന്ധപ്പെടാൻ UDF പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനിടെ പ്രകാശിന്റെ മകൾ നന്ദന ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രകാശിന്റെ ചിത്രം പങ്കുവച്ചു. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, സ്മിത കൂടെയുണ്ട് എന്ന ആത്മവിശ്വാസം പലതവണ VD സതീശൻ ഉൾപ്പെടെ പങ്കുവച്ചിരുന്നു. പക്ഷേ ഇന്ന് ഈ വോട്ടെടുപ്പ് ദിനം അവരുടെ വീട്ടിൽ ആളില്ല എന്നത് തന്നെ ഒരു പ്രത്യേകതയായി തോന്നുന്നു. അതിൻ്റെ ഒപ്പമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം നന്ദനയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഇന്നത്തെ ദിവസവും നന്ദനയുടെ പോസ്റ്റ് എന്തൊക്കെയോ ഓർമ്മിപ്പിക്കുന്നത് പോലെ. തീർച്ചയായും ശ്രീജ, നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിനം തന്നെ നന്ദന ഒരു പോസ്റ്റ് ഇട്ടു. അതിനുശേഷം ഇന്ന് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസവും ഇടുന്നു. അത് പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നു എന്നാണ് ഈ LDF ക്യാമ്പും UDF ക്യാമ്പും ഒക്കെ പറയുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ UDFിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന് ഈ നിലവിലെ സ്ഥാനാർത്ഥിയുമായി ചില അതൃപ്തി ഉണ്ടായിരുന്നു. ചില അടിയൊഴുക്കുകൾ അദ്ദേഹത്തിന്റെ തോൽവിക്ക് കാരണമായി എന്നൊക്കെ പറയുകയും ചെയ്തു. പിന്നീട് എന്തായാലും അദ്ദേഹം യാദൃശ്യവശാൽ മരണപ്പെടുകയും പിന്നീട് പല തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. ഇതിനിടയിലാണ് അൻവർ രാജിവെച്ചതിനെ തുടർന്ന് ഒഴിവ് വന്നത്. എന്തായാലും ഇന്നിപ്പോൾ സ്മിതയും മകളും വീട്ടിലില്ല എന്നതാണ്. ഇടക്കരയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കുറച്ച് മാറിയാണ് ഈ പോളിംഗ് സ്റ്റേഷൻ ഉള്ളത്. ഇവിടുത്തെ പോളിംഗ് ഏജന്റുമാരൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണുകയും ചെയ്യാം. എന്തായാലും അവർ കണ്ണൂരിലാണ് എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. നേരത്തെ തന്നെ ആര്യാടൻ ഷൌക്കത്ത് വോട്ട് തേടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയില്ല എന്നത് LDF ക്യാമ്പ് വലിയ രീതിയിൽ പ്രചരണ ആയുധമായി ഉപയോഗിച്ചിരുന്നു. PV അൻവർ MLAയും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി വോട്ട് തേടിയ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുത്തെ പ്രവർത്തകരോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ ഈ സ്മിത, അതായത് പ്രകാശിന്റെ വൈഫും കുട്ടിയും ഒക്കെ എത്തിയില്ല എന്നുള്ളതാണ് വലിയ പ്രചാരണം. അവർ വരുമോ? എന്താണ് നിങ്ങളോട് പറഞ്ഞത്? തീർച്ചയായിട്ടും വരും. അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ വോട്ട് ചെയ്യും. ഒരു കാരണവശാലും അവർ വോട്ട് ചെയ്യാതിരിക്കത്തില്ല. തീർച്ചയായിട്ടും വോട്ട് ചെയ്യും. മറ്റു പ്രചരണങ്ങളൊന്നും കാര്യമില്ല. ഒരു കാര്യമില്ല. അതൊക്കെ വെറുതെ ഒരു പ്രചരണം നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഒന്നും ആവശ്യമില്ല. അവര് തീർച്ചയായിട്ടും കോൺഗ്രസ് കുടുംബമാണ്. കോൺഗ്രസ് തന്നെ അവർ വോട്ട് ചെയ്യുള്ളൂ. പക്ഷേ സ്ഥാനാർത്ഥി എത്തിയില്ല എന്നുള്ളത് LDF ക്യാമ്പ് വലുതായിട്ട് പറയുന്നുണ്ട്. സ്വരാജ് വന്ന്, അൻവർ വന്നു, പക്ഷേ ആര്യാടൻ വന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. LDF എന്താ പറയാൻ പറ്റാതെ? അതേമാതിരി ഇപ്പൊ ഞങ്ങൾക്കും പറയാലോ. ഞങ്ങൾക്കിപ്പോ ഓരോ MLA പറ്റിയിട്ടോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിനെ പറ്റിയിട്ടോ ഞങ്ങൾക്കും പറയാലോ. പക്ഷെ ഞങ്ങൾ പറയണില്ലല്ലോ. പിന്നെന്തിനാ വെറുതെ ഒരു പ്രചരണം അവരെ പറ്റിയിട്ട് പറയണേ? പറയണ എന്തോ പറഞ്ഞോണ്ട് ഞങ്ങൾക്ക് ഇവിടെ വരാതിരുന്നതിൽ കാര്യമൊന്നുമില്ല. വരാതിരുന്നത് ഒരു ആവശ്യത്തിന് പോയതല്ലേ. അത് കഴിഞ്ഞിട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട്. ഒരു 6 മണിന്റെ ഉള്ളിൽ ഒരു വന്ന് വോട്ട് ചെയ്തിരിക്കും. പിന്നെ പറയണവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, അതിന് നമ്മൾ കാതു കൊടുക്കണ്ടല്ലോ. സ്ഥാനാർത്ഥിയോടെ വരാതിരുന്ന കുഴപ്പമൊന്നുമില്ല. സ്ഥാനാർത്ഥി വരാതിരുന്ന അത് എല്ലായിടത്തും എത്തിച്ചേരണ്ടേ. സ്ഥാനാർത്ഥി എല്ലാ വീട്ടിലും കൂടി എത്തില്ല. മറ്റുള്ള ആൾക്കാർ ഫുള്ള് കൂടെ കയറി ഇറങ്ങിയിട്ടാ പോയത്. അതിന്